നമ്മൾ ഗംഗാതലാവ് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എവിടേക്കാ? ഹരിഹര ടെമ്പിളിലേക്ക് പോകണം അല്ലേ? യെസ്. എന്ത് പൈൻ ഫോറസ്റ്റ് പോലെ ഇരിക്കണേ. നമ്മുടെ മൂന്നാർ ചെന്നൊരു ഫീലിംഗ് ഇല്ലേ? ചില വണ്ടിക്കൊക്കെ 2 നമ്പറേ ഉള്ളൂ. കണ്ട, ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്ക് MT28 എന്ന് മാത്രമേ ഉള്ളൂ എന്റെ നമ്പർ പ്ലേറ്റ്. ഇത് ദുബൈയിലെ പോലെ ആണെങ്കിൽ ഇവിടുത്തെ ഏതോ ഷെയ്ക്കിന്റെ ആയിരിക്കണം 2 ഡിജിറ്റ് നമ്പറൊക്കെ. അല്ലാതെ ടാക്സിയാ. ആണോ? കാരണം ടാക്സികൾക്കാണ് 2 മഞ്ഞ നമ്പർ പ്ലേറ്റ് ബാക്കില്. നിന്റെ ഫ്രണ്ടില് വൈറ്റ് ആണെങ്കിൽ അത് പ്രൈവറ്റ് ആണ്. അതായത് നമ്പർ പ്ലേറ്റുകൾ 3 തരത്തിലാണെന്ന് ഇവിടെ പറഞ്ഞത്. നമ്മളോട് ആദ്യം വണ്ടി എടുത്തപ്പോൾ പുള്ളി പറഞ്ഞത്. അതായത് ഒന്നാമത്തേത് വൈറ്റ്, 2 സൈഡിലും വൈറ്റ് ആണെങ്കിൽ അത് ടാക്സിയാണ്. ആ വണ്ടി ടാക്സി ആയിരിക്കും. ഏത് ടാക്സിയാണ് ഇപ്പോൾ വേണ്ടോ? എൻ്റെ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് അല്ലല്ല ഇപ്പൊ പോയത് പ്രൈവറ്റാ, സോറി. 2 നമ്പർ പ്ലേറ്റ് വൈറ്റ് ആണെങ്കിൽ ടാക്സി. ഫ്രണ്ടിലും ബാക്കിലും വൈറ്റ് ആണെങ്കിൽ ടാക്സി. ഫ്രണ്ടില് വൈറ്റ് ബാക്കില് യെല്ലോ കളർ ആണെങ്കിൽ പ്രൈവറ്റ്. രണ്ടും യെല്ലോ കളർ ആണെങ്കിൽ റെന്റ് കാർ. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. നമ്മുടേത് റെന്റ് കാറാണ്, 2 സൈഡിലും യെല്ലോ ആണ് അല്ലേ? ഇതോടൊക്കെ വന്നപ്പോ ഒരു ടൗണ് എന്നൊക്കെ മാറി ഒരു എന്താ പറയാ, ഒരു സാധാരണ താഴെയുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു ഏരിയ അല്ലേ? ഐ മീൻ വളരെ ഡെവലപ്മെന്റ് ഇല്ലാത്ത ഒരു രൂപം പോലെ അല്ലേ? മറ്റേ ഈ ഫിലിപ്പൈൻ്റെ ഒക്കെ നാടൊക്കെ കാണിക്കുന്ന പോലെ. ഇപ്പൊ അവര് നടന്നു പോയപ്പോ എനിക്ക് ശരിക്കും തോന്നുന്നു അല്ലേ, ഫിലിപ്പൈൻ്റെ ഒക്കെ നാട് കാണിക്കുന്നത്. പക്ഷെ എല്ലാം ഇന്ത്യൻ ഫേസ് ആണ് കേട്ടോ. ഫിലിപ്പൈൻസ് ഞാൻ യൂട്യൂബിലൊക്കെ. ഓ, ഹരിഹര ടെമ്പിൾ ദാ. ഓ, അങ്ങോട്ട് നോക്ക്, കണ്ടോ? അങ്ങോട്ട് നോക്ക്. ബാലാജി, തിരുപ്പതി ബാലാജി. ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചേ. തിരുപ്പതി ബാലാജിയുടെ രൂപം കണ്ടോ? ഭയങ്കര ലിംഗാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ സ്റ്റാച്യൂയും ഭയങ്കര വലുതാണേ. In 200 meters, turn right. ബാലാജിയുടെ ആ രൂപം ഭയങ്കര വലുതായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അത് അങ്ങോട്ടാണ് കേറുക? നമ്മൾ ഇതുവഴിയാണെന്ന് തോന്നുന്നു കയറേണ്ടത് കേട്ടോ. അയ്യോ, ഇവിടെ നമുക്ക് കേറാനുള്ള പെർമിഷൻ ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇത് പണി സൈറ്റ് ആണ്. നമുക്ക് ഇങ്ങനെ കാണാവുന്നേ ഉള്ളൂ. ഇവിടെ എന്തോ പണി നടക്കുവാണ്, അതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ വലിപ്പം അറിയണമെങ്കിൽ താഴെ നിന്ന് പണിയുന്ന ആൾക്കാരുടെ രൂപം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇത് ബാലാജിയുടെ ഒരു രൂപമാണ് അല്ലേ? ഇനി അപ്പുറത്ത് ഹരിഹര ടെമ്പിൾ അതായിരിക്കണം സാധ്യത. കാരണം ശിവലിംഗം അവിടെ ആണല്ലോ. ആ ടെമ്പിള് നേരത്തെ കണ്ട ടെമ്പിള് അത്രയും ഏക്കറിലല്ലേ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിരിക്കും അവർ ഇതിന്റെ പണി തീർക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് അപ്പുറത്തെ ടെമ്പിളിലേക്ക് പോവാം. ശരിക്കും ഹരിഹര ടെമ്പിൾ അപ്പുറയാണെന്ന് തോന്നുന്നത്. അപ്പൊ നമുക്ക് അവിടേക്ക് പോയിട്ട് അതൊന്ന് കണ്ടിട്ട് ചിലപ്പം അതുവഴി ഇങ്ങോട്ടേക്ക് ഒരു വഴി ഞാൻ കാണുന്നുണ്ട് നടന്നു വരാൻ. നമുക്ക് നടന്നു വരാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അത് കുറച്ച് കഴിയുമ്പോഴേ ഇത് ഓപ്പൺ ആവുള്ളായിരിക്കും. ഇതിന്റെ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുവഴി ഓപ്പൺ ചെയ്ത് നേരത്തെ കണ്ട ടെമ്പിൾ പോലെ എല്ലായിടത്തോട്ടും ആക്സസ് കൊടുക്കുമായിരിക്കും. നമ്മുടെ നാട്ടിലെ ആ ഒരു ടെമ്പിൾ അത്രയും ആ ഒരു ചെറിയ കോമ്പൗണ്ടിലല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഏക്കർ കണക്കിന് സ്ഥലത്ത് പല പല കൊച്ചു കൊച്ചു ടെമ്പിളായിട്ട് അതിന്റെ ഒരു കൂട്ടമാണ് ടെമ്പിളിന്റെ ഒക്കെ. കയറാൻ തോന്നുന്നല്ലേ? ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തേക്കുവാന്നല്ലോ. ഇവിടെ ഒരു ശിവലിംഗം ഇതുവഴി നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം. കയറാൻ പറ്റുന്ന എന്തെങ്കിലും അവസരം ഉണ്ടോ? കാരണം ഇതിനുള്ളില് പാർക്കിംഗ് ഒന്നും കാണുന്നില്ല. പാർക്കിംഗ് ഉണ്ട്, അതെ. നമുക്ക് ഇതെന്താ ഒരു ആരുമില്ലാതെ ഒരു
ഉപേക്ഷിച്ച പോലുള്ള ഒരു ഏരിയ അല്ലേ? അതെനിക്ക് തോന്നുന്നു ഇത് പണി നടക്കുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാവും. പണി നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ആരും ഇല്ല. നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. പ്ലീസ് ഡു നോട്ട് പിക്ക് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ്. സോറി. വേറെ ഒന്നും ഇല്ല ഇവിടെ അല്ലേ? നമുക്ക് ഇറങ്ങണോ? വേണമെന്നില്ല, നമുക്ക് ഇതൊന്നും ഇങ്ങനെ എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നോക്കാം പോവാം. അപ്പോഴേ എനിക്ക് തോന്നുന്നു അതെ, ഇവിടെ ആരും ഇല്ല കേട്ടോ. എല്ലാവരും വന്നിട്ട് ഇവിടെ നിന്ന് പോയതാ. അത് ഹനുമാൻ സ്വാമി ആണെന്നാണ് തോന്നുന്നത്. ഹനുമാൻ സ്വാമി, അതെ, ഹനുമാൻ സ്വാമിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്, വലിയ സ്റ്റാച്യു. പിന്നെ ഉള്ളതെല്ലാം അതാ നമ്മുടെ അർജുനൻ, കൃഷ്ണൻ, പാർത്ഥസാരഥിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. വേറെയൊക്കെ അപ്പുറത്തൊക്കെ കുറെ തുണിയൊക്കെ അലക്കിയിട്ടുണ്ട്, പക്ഷെ ആരും ഇല്ല ഇവിടെ. ഇത് ക്ലോസ്ഡ് ആണ് കേട്ടോ, ആരും ഇല്ല. പക്ഷെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാം പഴയ ലൈറ്റിംഗ് ഒക്കെയാണ്. പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോൺ. ഇപ്പം കാര്യമായ റിനോവേഷൻ വർക്കൊക്കെ നടക്കുവാണ്. സോ ഗൈസ്, നമ്മളിവിടെ തിരിച്ചു പോവാണ്. നമുക്ക് അവിടെ ആക്റ്റീവായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇനി അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത സ്വീർ റിസൾട്ടേക്ക് പോവാണ്. നമ്മൾ ഹരിഹർ ടെമ്പിളിന്റെ അവിടെ നിന്ന് ബോയ്സ് ചെറിയ ടീ ഫാക്ടറിയിലേക്ക് വന്നത്. ഇതുണ്ടോ ടീ ഫാക്ടറി, ഇത് കണ്ടോ, ടീ പ്ലാന്റ് നിൽക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഇവിടെ പോയി നോക്കാം. അവര് നമ്മളെ കയറ്റുമോ എന്നറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ശ്രമിക്കുന്നതിൽ കുറ്റമില്ലല്ലോ. ഇല്ല. ഒരു ക്ലോസ് ചെയ്ത് വെച്ചേക്കാ. വേണ്ട, ശ്രമിച്ചു നോക്കണ്ടെന്നാ പറയുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. അല്ലാട്ടോ, അതേ തുറന്നു വന്നു. അയ്യോ പാവച്ചേട്ടൻ. ചേട്ടാ, ഇതാണ് ബോയ്സ് ചെറിയ ടീ ഫാക്ടറി. അത് കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്യാമെങ്കിൽ നമുക്ക് വണ്ടിയുടെ ബോണറ്റ് കാണാതെ കാണാം. അപ്പൊ നമ്മള് ടീ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ നമ്മള് ടീ ഫാക്ടറി കാണാൻ വേണ്ടി വന്നാണ്. അപ്പൊ കണ്ണമോനെ, കണ്ണാപ്പൂ, അയ്യോ രണ്ട് നല്ല ഉറക്കം. പാർക്കിംഗ് ഇവിടെ ആണുള്ളത്. ഇതാണ് പാർക്കിംഗ് എന്ന് തോന്നുന്നു. യെസ്, വിസിറ്റേഴ്സ് ആർ ദേർ. മുകളിൽ പാർക്ക് ചെയ്യാലോ. ഓക്കെ, അങ്ങോട്ടേക്ക് പോയി മേലെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് ടീ ഫാക്ടറി. ഇതാണ് റിസപ്ഷൻ ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്. ഇത് നമ്മുടെ ടോയ്ലറ്റ്സ് ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്. ശരിക്കും നമ്മൾ പറഞ്ഞാല് നമ്മുടെ മൂന്നാറിലേക്കുള്ള സംഭവമാണ്. നമ്മളെന്നാലും ഈ നാട്ടിലെ ടീ ഫാക്ടറി എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ചേച്ചി തുള്ളിച്ചാടി പോകുന്നുണ്ട്, കണ്ടത് ഇഷ്ടായെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ വന്ന ബോറിസ് ടീ ഫാക്ടറി എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്കകത്ത് പോയി നോക്കാം. ചിലപ്പോൾ മിക്കവാറും തേയിലപ്പൊടിയൊക്കെ കാണത്തുള്ളൂ, ഫാക്ടറിക്കുള്ളിൽ കാണാൻ പറ്റുമെന്ന് തോന്നില്ല. ബോറിസ് ടീ ഫാക്ടറി എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിത് കണ്ടിട്ട് പോരുക. നമ്മളങ്ങനെ ഈ ബോറിസ് ചെറി ടീ പ്ലാന്റിന്റെ അകത്തേക്ക് പോവാണ്. ഈ ഫാക്ടറി എന്താണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോ 1 കിലോമീറ്റർ റെസ്റ്റോറന്റ് പാർക്കിംഗ് ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ട്. റെസ്റ്റോറന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ റെസ്റ്റോറന്റ് പാർക്കിംഗ് ഏരിയ നോക്കാം. ഇവിടെ ഇതാണ് ഫാക്ടറി, ബോയ്സ് ചെറി ഫാക്ടറി. ഇതിന്റെ മ്യൂസിയം ആണേ. ഇതിനുള്ളില് ഓക്കെ, ഇതിലുള്ളൊരു മ്യൂസിയമാണ്. ഇപ്പം ഫാക്ടറി ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു മ്യൂസിയം മാത്രം നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ ഇത് മെഷീനൊക്കെയാണ്. മാനുവൽ ടീ പാക്കിംഗ് ഫോർ ലോക്കൽ മാർക്കറ്റ്.
അപ്പോൾ ഇത് മാനുവൽ ടീ പാക്കിംഗ് പണ്ടത്തെ മെഷീനാണ്. ഓക്കെ, ഫസ്റ്റ് പാക്കിംഗ് മെഷീൻ. ഇതിനകത്തിലെ ഫസ്റ്റ് പാക്കിംഗ് മെഷീനാണ്. കണ്ടോ, ഇത്രയും ചെറുതായിരുന്നു അന്നത്തെ, വളരെ ചെറിയ പാക്കിംഗ് മെഷീൻ. കണ്ടോ, അന്ന് ഇത്രയൊക്കെ ഒരു ഇതാ ഈ പാക്കറ്റിൽ അവർ മാനുവലി ഇതിൽ അവരാദ്യം തൂക്കി നോക്കും തേയില. കേട്ടോ, ഇതിൽ നിറയ്ക്കും. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇതിൽ വെച്ചിട്ട് നമ്മൾ ഗേജ് നോക്കും എത്രയുണ്ട് വെയിറ്റ് എന്ന്. ഇവിടെ വെയിറ്റ് നോക്കുക, വെയിറ്റ് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതൊരു പാക്ക് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെയാണ് ടീ പാക്ക്. കണ്ടോ, നമ്മൾ അവിടെ മേടിക്കത്തില്ലേ ടീ, അതാണിത്. ഓക്കെ, ദെൻ ഇവിടെ മെഷീൻ്റെ പേരൊക്കെ ഉണ്ട്. മേക്കേഴ്സ്, ഇത് ഇംഗ്ലീഷ് ബ്രിട്ടനിലുണ്ടാക്കിയാണ്, ബർമിംഗാം. ഓക്കെ, സോ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ ഇതുണ്ട്, ഒരു സൈക്കിൾ ചെയിൻ പോലെ അല്ലേ, സൈക്കിളിൻ്റെ ചെയിൻ പോലൊക്കെ മോട്ടറൊക്കെ ഇട്ട്. അപ്പോൾ ഇത് മാനുവലി ആയിരുന്നത് പാക്ക് ചെയ്യുന്നത്. അളന്ന് നോക്കി അത് കഴിഞ്ഞ് മാനുവലി ചെയ്യുകയാണ് കേട്ടോ. പ്രോഡക്റ്റ് ഓഫ് മൗറീഷ്യസ്. ഇങ്ങനെ തേയില പാക്ക് ചെയ്ത് പോകുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അന്നത്തെ കാലത്ത് തേയില ഇങ്ങനെയാണ് പാക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെയുള്ള ഇതിൽ ഷിപ്പിലൊക്കെ ആയിരിക്കും പോവുക. ഇതിൽ അവർ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ പായ്ക്കപ്പലാണ്ടോ. 1969 തുടങ്ങി, അല്ല 1869 തുടങ്ങി 1877 വരെ അവരത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു 11 കൊല്ലം അല്ല 11 കൊല്ലം ഇല്ല. ഇംഗ്ലണ്ടും ചൈനയും തമ്മിൽ ടീ ട്രേഡ് ഒക്കെ ഇത് യൂസ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ പേരെന്താണ്? കുട്ടി സാർക്ക്. ഓ, കുട്ടി സാർക്ക്. സോറി ഗൈസ്, ഇതാണ് കുട്ടി സാർക്ക്. അപ്പോൾ കുട്ടി സാർക്കിനെ പറ്റി അറിയാത്തവരാരും ഇല്ലല്ലോ അബുദാബിക്കാരും. അപ്പോൾ ഇതാണ് ശരിക്കുള്ള കുട്ടി സാർക്ക് കേട്ടോ. ഈ കുട്ടി സാർക്ക് എന്ന് പറയുന്ന സാധനം ഇതാണ്. കുട്ടി സാർക്ക് എന്ന് പറയുന്ന ഒരു വിസ്കി അവൈലബിൾ ആണ് നമ്മുടെ അബുദാബിയിൽ. കുട്ടി സാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അടിക്കുന്ന സാധനമാണ്. അപ്പോൾ കുട്ടി സാർക്ക് എന്ന് പറയുന്ന ഇത് 1969 ബിൽട്ടാക്കിയ ഷിപ്പാണേ കേട്ടോ. അത് അവർ ഏകദേശം ഒരു 8 കൊല്ലം യൂസ് ചെയ്തിട്ടുണ്ടല്ലേ, 8 കൊല്ലം. അപ്പോൾ ബൂൾ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തു. ഓക്കെ, ഇത് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ടീ ട്രാൻസ്പോർട്ടേഷന് മാത്രമായിട്ടല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ യൂസ് ചെയ്യുന്നത് വൂൾ ട്രേഡിങ്ങിനായിട്ട് അല്ലേ. ഓസ്ട്രേലിയ അത് പലർക്കായിട്ട് വിറ്റ് അവിടെ നിന്ന് പോയി അല്ലേ. ഇപ്പം ഇല്ല, ഇപ്പം എക്സിസ്റ്റഡ് അല്ല, പണ്ടത്തെയാണ്. 1969 കുട്ടി സാർക്കാണ്. ഇപ്പോൾ 1869. ഓക്കെ, 1869 ഏകദേശം ഇപ്പോഴത്തെ കണക്ക് പറഞ്ഞാൽ ഒരു 150 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലേ ആണ് ഈ കുട്ടി സാർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളതൊരു ഹ്യൂജ് മെഷീനറിയാണേ. ഈ മെഷീനറി എന്ന് പറഞ്ഞാൽ ഇത് പഴയ ഒരു ട്രെയിൻ എഞ്ചിനാണ്. ഓക്കെ, ഇത് 1925 ബിൽറ്റ് ചെയ്ത ഒരു ട്രെയിൻ എഞ്ചിനാണ്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ബോറിസ് ചെറിയുടെ ഓണേഴ്സ് ഇത് വാങ്ങിക്കൊണ്ട് ഇത് ബോയിലേഴ്സ് ആക്കി. ഈ ബോയിലേഴ്സ് ആക്കുന്നതിനും ഇത് ബോയിലറാക്കി, അതായത് ഈ ടീ ഉണ്ടാക്കാനുള്ള ബോയിലറാക്കി മാറ്റി. പക്ഷെ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് ഇവിടെയും കൊണ്ടുവന്നിട്ട് ട്രെയിൻ എഞ്ചിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കുറേ വർഷം. അത് ഇവിടുത്തെ ഒരു കുറച്ച് പോർട്ട് ലൂയിസ് എന്ന് പറയുന്ന നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്കുള്ള ഒരു ട്രാവലിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രെയിനിൻ്റെ എഞ്ചിനായിരുന്നു. പിന്നെ അവർ ഇങ്ങോട്ടേക്ക് മാറ്റി ഇത് ബോയിലറാക്കി ഇത് യൂസ് ചെയ്തു കുറേ നാൾ. ഇത് 1982 വരെ അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, 1982 വരെ അവരത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു നറേഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ മ്യൂസിയമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വെളിയിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റിൽ പോവാണ്. ഇവരുടെ റെസ്റ്റോറൻറ്റ് 1 കിലോമീറ്റർ റെസ്റ്റോറൻറ്റ്. അവിടെ നമുക്ക് ടീ ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മുടെ 300 രൂപ മേടിച്ചു. 1 കിലോമീറ്റർ റെസ്റ്റോറൻറ്റ്
വാട്ടവർ 300 രൂപ ഇവിടുത്തെ മേടിച്ചിട്ട് പറഞ്ഞു ഇതിന് മ്യൂസിയം കാണാനും റെസ്റ്റോറൻറ്റിന്. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം. എന്തായാലും കഴിക്കാനുള്ള സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ ലക്ഷ്യം നടക്കും എന്നാണ് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. കാരണം ഇതിനുള്ളിൽ ടീ നട്ട് വളർത്തിയേക്കുന്നത് കാണാൻ പറ്റും. നമ്മളെപ്പോലെ തന്നെ 300 രൂപ പേ ചെയ്ത് ചായ കുടിക്കാൻ പോകുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരെയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ടയറിന്റെ ഒരു കണ്ടീഷൻ കണ്ട സ്ഥിതിക്ക് നമുക്ക് അങ്ങ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ടയർ മാറേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെയ്യെ പോകാനേ നിർവാഹമുള്ളൂ. അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഗ്രാൻഡ് ബേയിലേക്ക് പോവാണ്. തുരുമ്പ് പിടിച്ച പൈൻമരങ്ങൾ മൗറീഷ്യസിലുള്ള തുരുമ്പ് പിടിച്ച പൈൻമരങ്ങൾ. ശരിക്കും പറയണമെന്ന് എനിക്കിട്ടോ. ഈ ഒരു എന്താ പറയാ, ഇതൊരു ബോറിസ് ചെറി ടീ പ്ലാന്റ് എന്ന് പറഞ്ഞാല്, അല്ല ടീ ഫാക്ടറി എന്ന് പറഞ്ഞ ഏരിയ അല്ല ഇവര് തന്നെ വാങ്ങിയേക്കുന്നതാണ്. ഓഫ് കോഴ്സ് ഇത് ബ്രിട്ടീഷുകാരുടെ ആവാനാണ് സാധ്യത ഇപ്പോഴും. അല്ലെങ്കിൽ ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ടാവും. പണ്ടത്തെ നമ്മുടെ ടാറ്റയുടെയൊക്കെ പോലെ തന്നെ അന്ന് അവര് വന്ന് കണ്ടുപിടിച്ച് ടീ പ്ലാന്റേഷനൊക്കെ നട്ട് ഉണ്ടാക്കിയതാണ്. അതാണ് റെസ്റ്റോറന്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ടാറ്റയുടെ ഇപ്പോഴത്തെ ലക്ഷ്മി എസ്റ്റേറ്റ് ഒക്കെ ഇല്ലയോ, അതുപോലൊക്കെ തന്നെ ആണ് ഈ സംഭവം. അതെ. അപ്പൊ ഒരു കോഴിയും കോഴിക്കുഞ്ഞും നിൽക്കുന്ന കണ്ടോ, ആ ഇതില് കോഴിക്കുഞ്ഞുണ്ട് കണ്ടോ, കുഞ്ഞു കോഴി. ദേ പന്നി പോന്നു. ദേ അപ്പു പന്നി പോന്നുണ്ടോ, പന്നി കുഞ്ഞൊക്കെ ഉണ്ട്. പിഗ് കുഞ്ഞ് ബേബീസ് ഉണ്ട്. ഇത് തുറക്ക്, അപ്പൊ കുഞ്ഞിന് നന്നായിട്ട് കാണാം. കണ്ടോ പിഗ് കണ്ടു. അതുകൊണ്ട് വൈറ്റ് പിഗ് പോന്നു. ഇവിടെ റൈറ്റില് ഇല്ല. ഏതോ ഒരു നാട്ടില് വണ്ടികളെടുത്ത് നമ്മളെപ്പോലെ തന്നെ എന്തുമാത്രം ഈ യൂറോപ്യൻസ് ഒക്കെ പോകുന്ന ഇങ്ങനെ തന്നെ അല്ലേ. ഈ യൂറോപ്യൻസിന്റെ ഒരു കാര്യമുണ്ട്, അവർക്ക് ഈ സമ്പാദ്യം വളരെ കുറവാണ്. അവര് ഇങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കുക, വെള്ളയിൽ പോവുക, ആ പൈസ തീർക്കുക, തിരിച്ചു വരിക. അവിടെ അവര് തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. അവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ്. റേസ് ഭയങ്കര സ്പീഡില്. അത് നല്ല സ്പീഡിലാണ് ഓടുന്നതും ചെറുതാണെങ്കിൽ അല്ലേ. വാ
നമുക്കൊണ്ട് മുകളിലോട്ട് പോയി നോക്കാം ഉണ്ടോ വാ. നല്ല ടോപ്പിൽ അവർ കൊണ്ടുവന്ന റെസ്റ്റോറന്റ് വെച്ച്. അപ്പൊ ചുമ്മാ വാ, കൈ പിടിക്ക്. ചുമ്മാ അലമ്പുണ്ടാക്കരുതേ കേട്ടോ. ചുമ്മാ കിടന്ന് അലക്കാൻ പാടില്ല. ഓക്കെ, ഇതുണ്ടോ ഫ്രോഗ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഫ്രോഗ് ഫ്രോഗ് ഉണ്ട്. സ്റ്റാച്ചു ആണോ? ഇവിടെ ലയൺ ഉണ്ട്. വാ, നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. Midi à 4 heures. Non, midi à 4 heures au restaurant. It's open, right? Probably. Tea tasting? Yeah. It's a visit. No, we have to go for the restaurant also. Just a second. Yeah. So, oui, madame, tu peux appeler moi? Oui, probably ça veut tout le restaurant. Oui. Poland? Yeah. Come. Because the tea tasting is over there. No problem. After this, Okay. we'll go. But you have to go there before 5. Yeah, it's fine. Yeah. ഈ ബോറിസ് ചെറി പ്ലാന്റിൻ്റെ ഒരു ടീ ടേസ്റ്റിംഗ് ഷോപ്പാണിത്. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റ് ഈ ഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത്. റെസ്റ്റോറൻറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട്. ഓക്കെ, നമുക്ക് ഇന്ന് കാണാം. ഇത് കുറച്ച് ഇവിടെ തന്നെ ഇത് ടേസ്റ്റ് നോക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞാൽ അതിലേക്ക് അവർ ടീ ടേസ്റ്റ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റി തരും. ഓക്കെ, എന്തൊക്കെ ടീ വേണമെന്ന് നമുക്ക് ഇതിന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് തരാനോ? ഓക്കെ, coconut exotic herbal tea there, madam. The moringa, coconut coconut, even if you have high blood pressure, not good. Coconut is just good when you're not well having fever. And the ayapana is good for digestion, stomach bird. I bring you your hot water. And this is very good. After you have finished eat, this ayapana is good. You can try. ഓക്കെ, ലെറ്റ്സ് ടേസ്റ്റ്. ഇതെന്താ? യെസ്, നമുക്ക് ഒരു വെള്ളം കൊണ്ട് തരും. ഇതെല്ലാം ബ്ലാക്ക് ടീ, അതെല്ലാം ഫ്ലേവേർഡ്, ഇതെല്ലാം ഗ്രീൻ.
അപ്പോൾ ഞങ്ങള് ബോയ്സ് ചെറി ടീ പ്ലാന്റിൽ നിന്ന് ഞങ്ങള് റെസ്റ്റോറന്റിൽ വന്നു. അപ്പൊ ഞങ്ങള് ഒരു ടേസ്റ്റ് എല്ലാം കുടിച്ച് കട്ട ചായ ഇപ്പൊ വാങ്ങിച്ചേ ഉള്ളൂ. എന്നിട്ട് ചേച്ചി സാഡ് ആയിട്ട് ഇരിക്കുക. ചേച്ചി കട്ട ചായ ഞാൻ തരത്തില്ല. അത് എക്സിറ്റ് ആവുകയാണ്. നമുക്കിവിടുന്ന് നമ്മൾ വന്ന വഴിയാണ് എനിക്ക് തോന്നുന്നു. റിട്ടേൺ നമുക്ക് പോകാനുണ്ട് കുറേ ദൂരം. ലെഫ്റ്റ് ആണ്. കംപ്രസർ, സി കാറ്റഗറി കംപ്രസർ. അതായത് ഈ ഇതിന്റെ ബെൻസിന്റെ കൂട്ടത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണെങ്കിലും ഈ ക്ലാസ്സിലേക്കൊന്നും എത്താതെ ഒരു സാധാരണക്കാരുടെ ബെൻസാണത്. ഏകദേശം അടുക്കാറായി, അരമണിക്കൂറൂടെ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും നമ്മള് ഈ ഗ്രാൻഡ് ബേ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങേയറ്റത്ത് ഇങ്ങേയറ്റത്ത് എത്താറായി. കണ്ടില്ലേ, സീ കണ്ടില്ലേ? എവിടെയെങ്കിലും ആയിരിക്കും. നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് എത്തിക്കഴിഞ്ഞു. കീറി മുറിച്ചു നമ്മൾ മൊറീഷ്യസിനെ കീറി മുറിച്ച് നടുകെ കൂടി കീറി മുറിച്ച് നമ്മൾ ട്രാവൽ ചെയ്ത് ഗ്രാൻഡ് ബേയിൽ ഈ കോർണറിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. അങ്ങ് കാണുന്നത് കടലാണ്. ഓക്കെ, ഒരു 1.5 ഡ്രൈവ് ഉണ്ടെങ്കിൽ, 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെങ്കിൽ ഈ മൊറീഷ്യസിന്റെ ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ നമുക്ക് പോകാം. നമ്മൾ 1.5 എടുത്തല്ലേ ഇപ്പൊ? എടുത്തു. നമ്മള് 1 hour 20 minutes ആണ് എക്സാക്ട് എടുത്തത്. പക്ഷെ നമ്മൾ ഓൾറെഡി കുറച്ച് കവർ ചെയ്ത് നിൽക്കുമായിരുന്നു. In 600 meters at the roundabout, take the second exit ഈ and ഒരു stay on Terra Route. ഐലൻഡിന്റെ ആ അറ്റത്തെ ബീച്ച് തുടങ്ങി ഈ അറ്റത്തെ ബീച്ച് വരെ ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യുള്ളൂ. നമ്മൾ അങ്ങനെ ഗ്രാൻഡ് ബേയിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 6:20 ഇവിടെ. ഇനി നമ്മുടെ ഹോട്ടലിലോട്ട് ഏകദേശം ഉള്ളത് ഒരു 2 മിനിറ്റ് ആണ്, 2 കിലോമീറ്ററോടെ. അപ്പോൾ അടുത്ത റൗണ്ട് ബോട്ട് കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ആയാൽ നമ്മുടെ ഹോട്ടലിൽ എത്തി. നമ്മൾ ഈ ലെഫ്റ്റ് പോയാല് നമ്മളുടെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ്. ഈശ്വര, ഇരുട്ടാണോ? നമ്മുടെ ഹോട്ടൽ ഫുൾ ഇരുട്ടാണല്ലോ. കറണ്ട് ഇല്ലാത്താണോ അടുത്തത്? വില കുറച്ച് കിട്ടിയപ്പോ കറണ്ട് വരത്തില്ല അവര്. ഇതാണ് നമ്മുടെ ഹോട്ടല് ഗ്രാൻഡ് ബേ. അയ്യോ, ഇത് തന്നെ ഇതാണ് നമ്മുടെ കാണാവോ? ഗ്രാൻഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഹോട്ടൽ ഗ്രാൻഡ് ബേ. സെക്യൂരിറ്റി ചേട്ടനുണ്ട്, ഒരു കാര്യം പറയാം. അയ്യപ്പ, അങ്ങനെ നമ്മളുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എത്തി ഫൈനലി. ഇവിടെ അവിടുത്തെ പോലെ തന്നെ ചെക്ക് ഇനും ചെക്കൗട്ടൊക്കെ ഈസി ആയിരിക്കുമോ അറിയില്ല, നോക്കാം. ചേട്ടൻ വന്നിട്ടുണ്ട്. സോറി, ജിതിൻ. ചേട്ടന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. അവര് എഴുതി കാണിക്കാൻ പറഞ്ഞു. Thank you. Where is the reception? Sir. Yeah, put it inside. Okay. So this is the Grand Bay. Grand Bay അല്ല, ഡൊമിന്റെ എന്താ സാധനത്തിന്റെ പേര്, ഹോട്ടലിന്റെ പേര്? ഡൊമിനെ ഗ്രാൻഡ് ബേ എന്നാണ് അതിന്റെ പേര് എഴുതി. Oh, okay. We have parking here. All right. Okay. We have many parking here. So let's see. Where is our Okay, let's do the reverse parking. Normal parking, not reverse parking. We have to take a luggage. അപ്പോ നമ്മള് ഇതാണ് അപ്പോ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന പുന്റെ ഹോട്ടല്. Hello. Yeah, okay, no problem. Hello, sir. Hi. We are booking actually. Come to the menu. May I have your passports, please? Yeah.
Sir, passport. Thank you so much. Please have a seat in the lobby. Sure, sure. I'll join you in 2 minutes. All right. So, let's sit in the lobby. Thank you. So, this is the lift. Three 113. Thank you. Sit. I know you need a second one, just come by the reception. All right. And if you have anything, just call us on phone. Sure, sure. All right. Thank you. Thank you. So, ഇവിടെ ഉണ്ട് നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ. ഇവിടെ ഉണ്ടൊരു Hey, welcome Mr. Jitin Pushpas. That is amazing. Okay, നമ്മളെ അങ്ങനെ വെൽക്കം ചെയ്തിരിക്കുകയാണ് ഇവിടേക്ക്.